കേരളത്തിൽ അടിയന്തരാവസ്ഥ. ഓരോ മലയാളിയും ഇനി കരുതൽ തടങ്കലിലേക്ക്. 3.5 കോടി ജനങ്ങളിൽ കേന്ദ്രത്തിനെതിരെ ആര് വാ തുറക്കുന്നുവോ അവർക്കൊന്നും ഇനി നെഞ്ചും വിരിച്ച് നടക്കാനാവില്ല. സാക്ഷര കേരളം ഒരിക്കൽ പോലും BJPക്ക് അടിയറവ് വെക്കില്ല എന്നുറപ്പായതോടെയാണ് കേന്ദ്രം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കേരളത്തെ ഞെക്കി ഞെരുക്കുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അതിന്റെ ആദ്യത്തെ ഇര മാപ്പ് പറഞ്ഞിട്ടും രക്ഷപ്പെടാനാവാതെ കഴിഞ്ഞ ദിവസം വെളുപ്പിന് വരെ ED കയറി ഇറങ്ങി പൂട്ടിക്കെട്ടാൻ നോക്കിയ ഗോകുലം ഗോപാലനാണ്. ഇപ്പോഴിതാ പൃഥ്വിരാജാണ്. മോഹൻലാൽ BJP ആ സ്ഥാനത്തെത്തി വലിയ വായിൽ മാപ്പ് പറഞ്ഞ് കാലു പിടിച്ചത് കൊണ്ട് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടപ്പോൾ ഗുജറാത്ത് കലാപത്തെ ഒന്നുകൂടി പുതിയ ജനതയ്ക്ക് മുമ്പിൽ കാണിച്ച പൃഥ്വിരാജ് ഒന്നും മിണ്ടിയില്ല, മാപ്പ് പറയുകയും ചെയ്തില്ല. പകരം തന്റെ സിനിമ തന്റെ രാഷ്ട്രീയമാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചതോടെ സിനിമ ഇറങ്ങി 2-ാം ദിവസം പിഴ ചുമത്തിക്കൊണ്ടുള്ള നോട്ടീസാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. അതായത് അഭിപ്രായ പ്രകടനത്തിനുള്ള എല്ലാ സാധ്യതകളുമുള്ള രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലാതാകുന്ന അടിയന്തരാവസ്ഥയാണിത്. ഈ കാര്യം തുറന്നു പറയുന്നുണ്ട് മാല പാർവതി എന്ന സിനിമാ നടി. എന്നാൽ അവരിവിടെ മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയുമ്പോഴാണ് BJP ഇത് എന്തിനുള്ള കെട്ടിപ്പുറപ്പാടാണ് കേരളത്തിൽ നടത്തുന്നത് എന്ന് കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മുസ്ലിം വിരുദ്ധതയുള്ള എത്ര സിനിമകൾ വേണമെങ്കിലും ഇറക്കിക്കോളൂ എന്നതാണത്. അത്തരം അജണ്ടയും പ്രൊപ്പഗണ്ടയുമുള്ള സിനിമകൾ ഇറക്കാതെ BJP ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ മാത്രം തുറന്നു പറഞ്ഞതുകൊണ്ടാണിപ്പോൾ ഇത്തരത്തിൽ പൃഥ്വിരാജിന് പൂട്ടുവീണത്. അതുമാത്രവുമല്ല, ലക്ഷദ്വീപിന്റെ പേരിൽ ശക്തമായ ഒരു നിലപാട് കൂടി പൃഥ്വിരാജ് എടുത്തിരുന്നു. സത്യത്തിൽ കേന്ദ്രം അന്ന് തൊട്ട് നോട്ടമിട്ടതാണ് ഈ നടനെ. ഇവിടെ സുരേഷ് ഗോപിയാണ് വാസ്തവത്തിൽ പൃഥ്വിരാജിനെ ഒറ്റുകൊടുത്തത്. മലയാളി എന്നതിനും സിനിമാ മേഖലയിൽ ഒന്നിച്ചു പ്രവർത്തിക്കുന്നവർ എന്നതും താരസംഘടനയായ അമ്മയിൽ ഒരുമിച്ചാണ് എന്നതൊക്കെ മറന്ന് ഉന്നത കുലജാതനായി സുരേഷ് ഗോപി എന്നു മാറിയോ അന്നു തൊട്ട് പൃഥ്വിരാജിന്റെ തലക്കനത്തിനിട്ടൊന്ന് കൊടുക്കാൻ സുരേഷ് ഗോപി ഓങ്ങി വെച്ചതാണ്. അതിപ്പോൾ സാധ്യമായി എന്ന് തന്നെ പറയാം. ജനഗണമന, കടുവ, ഗോൾഡ് എന്നീ സിനിമകളിൽ നടൻ എന്നതിനപ്പുറത്ത് എങ്ങനെ സഹനിർമ്മാതാവായി 40 കോടി കൈപ്പറ്റിയതിന്റെ നികുതി അടച്ചില്ല തുടങ്ങി കേന്ദ്രം പൃഥ്വിരാജിനെ പൂട്ടാനുള്ള സകല അടവുകളും പയറ്റി തുടങ്ങി. അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. ഇവിടെ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കണം. ഇന്ന് മലപ്പുറത്ത് വന്ന വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണല്ലോ, ഇവിടെ ജീവിക്കുന്ന ഈഴവർ ഈ രാജ്യത്തെ ആളുകളെ ഭയന്നുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന്. അതായത് മുസ്ലിങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് മാത്രമാണ് അത് പറയുന്നത്. മതേതര മൂല്യങ്ങൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു.